യേശുവിങ്കൽ ആശ്രയം വച്ചിടുകിൽ യേശുവിങ്കൽ ആശ്രയം വച്ചിടുകിൽ തിരുവത്താഴത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട 3 ചിന്തകളാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ ലേഖനത്തിൽ പങ്കുവയ്ക്കുന്നത്. സ്തോത്രം. 1 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പ്രൈസ് ദി ലോർഡ്, തിരുവത്താഴം വിശുദ്ധിയിൽ മുന്നേറുവാൻ നമ്മെ സഹായിക്കുന്നു എന്ന് നാം കാണുകയാണ്. 1 കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ കൂട്ടായ്മയിൽ വളർന്നു വരുവാൻ തിരുവത്താഴം നമ്മെ സഹായിക്കുകയാണ്. 1 കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ മരണത്തെ ധ്യാനിക്കുവാൻ, ക്രൂശിനെ ധ്യാനിക്കുവാൻ ഈ തിരുവത്താഴ ശുശ്രൂഷ നമ്മെ സഹായിക്കാം. തിരുവത്താഴത്തെക്കുറിച്ച് ഒരുപാട് പഠിപ്പിക്കലുകൾ ക്രൈസ്തവ ലോകത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. കത്തോലിക്ക സഭ ഇതേക്കുറിച്ച് പറയുന്ന അവരുടെ ഒരു പഠിപ്പിക്കൽ, അപ്പത്തിനും വീഞ്ഞിനും വേണ്ടി പുരോഹിതൻ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇത് യേശുവിൻ്റെ മാംസമായും രക്തമായും മാറുന്നു, വസ്തുമാറ്റം സംഭവിക്കുന്നു എന്ന ഒരു പഠിപ്പിക്കൽ ഇന്നും കത്തോലിക്ക സഭയ്ക്ക് ഉണ്ട്. ട്രാൻസബ്സ്റ്റാൻസിയേഷൻ എന്നാണ് അതിനെ അറിയുന്നത്, വസ്തുമാറ്റ ഉപദേശം. പക്ഷേ നിങ്ങളെല്ലാവരും അപ്പവീഞ്ഞുകൾ സ്വീകരിക്കാറുണ്ട് അല്ലേ? ഞാൻ കത്തോലിക്കനായിരുന്നു, കത്തോലിക്ക അനുഭവത്തിൽ നിന്നാണ് മുന്നോട്ട് വന്നത്. കുമ്പസാരിക്കുകയും കുർബാന കൈക്കൊള്ളുകയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കത് കഴിച്ചപ്പോഴെപ്പോഴെങ്കിലും അത് മനുഷ്യ മാംസമായോ ചോരയായോ അനുഭവപ്പെട്ടിട്ടില്ല. എവിടെങ്കിലും ആരെങ്കിലും ഇത് അനുഭവിച്ചപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഇത് ഇറച്ചിയായോ ചോരയായോ അനുഭവപ്പെട്ടതായി നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ സാക്ഷീകരിക്കുന്നില്ല. ശാസ്ത്രീയമായ ഒരു ലബോറട്ടറിയിൽ പരിശോധിച്ച ആ നിലയിൽ ഇത് യേശുവിൻ്റെ രക്തമായി, ഇത് യേശുവിൻ്റെ മാംസമായി എന്ന് തെളിയിക്കാൻ ആ നിലയിൽ ആധികാരികമായൊരു തയ്യാറെടുപ്പിന് ആരും തയ്യാറായിട്ടില്ല. സ്തോത്രം. അതിൻ്റെ അർത്ഥം വസ്തുമാറ്റം സംഭവിക്കുന്നില്ല. വസ്തുമാറ്റം സംഭവിക്കേണ്ടെന്ന് ആവശ്യമില്ലായിരുന്നു. കാരണം യേശു ഇത് സ്ഥാപിച്ചപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുങ്ങപ്പെടുന്ന എൻ്റെ ശരീരം എന്ന് പറഞ്ഞ് യേശു നുറുക്കി നൽകുമ്പോൾ ഇരിക്കുന്ന യേശു മുറിക്കുന്ന അപ്പം. യേശു ഇവിടെ ഇരിക്കുകയാണ്, ഇരുന്നു കൊണ്ട് കർത്താവ് അപ്പം മുറിച്ചു കൊടുക്കുകയാണ്. അല്ലാതെ യേശു തൻ്റെ തൊണ്ട പിടിച്ച് വലിച്ചു കീറി ഇന്നാ പിടിച്ചോ തിന്നോ എന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നില്ല. സിംബോളിക്കലായി, സദൃശ്യാത്മകമായി ആ അപ്പം യേശുവിൻ്റെ ശരീരത്തെയും ആ വീഞ്ഞ് യേശുവിൻ്റെ രക്തത്തെയും കാണിക്കുന്നു എന്ന് അത് ധ്വനിപ്പിക്കുകയാണ്. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ ചരിത്രത്തിൽ എവിടെങ്കിലും ഇത് മാറിയതായിട്ട് ഒരു വിശ്വസനീയമായ തെളിവുമില്ല. ശാസ്ത്രീയമായി അത് തെളിയിക്കപ്പെടാൻ നാം അങ്ങനെ മാംസവും രക്തവും കുടിക്കുന്നവരാണെങ്കിൽ നമ്മൾ നരഭോജികളാണെന്ന് ധരിക്കും. 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ സഭയ്ക്ക് പീഡനമുണ്ടായതിൻ്റെ 2-3 നൂറ്റാണ്ടുകളിലൊക്കെ പീഡനമുണ്ടായതിൻ്റെ 10 കാരണങ്ങളിൽ ഒന്ന്, അന്ന് ഈ ഭൂഗർഭ സഭകളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒളിവ് സഭകളായിരുന്നു. ഒളിവ് സഭകളിൽ ഭക്തന്മാരിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ പോയി ആളുകൾ, ചാരന്മാരിങ്ങനെ വെളിയിൽ നിന്നത് കേൾക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുങ്ങപ്പെടുന്ന എൻ്റെ ശരീരം
എൻ്റെ രക്തം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വെളിയിൽ നിന്നിട്ട് ഇത് കണ്ടില്ല, കേട്ടതേ ഉള്ളൂ. അപ്പോൾ ഇവർ നരഭോജികളാണ്, മനുഷ്യരെ കൊന്നു തിന്നുകയാണ് എന്നൊക്കെ ധരിച്ചിട്ട് പീഡിപ്പിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതിൽ വസ്തുമാറ്റം സംഭവിക്കുന്നില്ല, അതിൻ്റെ ആവശ്യകത ഇല്ല. പിന്നെ മറ്റൊരു പഠിപ്പിക്കൽ സാന്നിധ്യോപദേശം എന്നുള്ളതാണ്. യേശുവിൻ്റെ സജീവമായ സാന്നിധ്യം ഈ അപ്പവീഞ്ഞുകളിലുണ്ട് എന്ന ഒരു പഠിപ്പിക്കലാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട്. കർത്താവിൻ്റെ ആളത്വമായ സാന്നിധ്യം നമ്മുടെ നടുവിൽ വാഗ്ദത്ത പ്രകാരം ഉണ്ട്. മത്തായി 18:20 ഞാൻ നിങ്ങളുടെ നടുവിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ പ്രാദേശിക സഭകളുടെ നടുവിൽ ഉലാവുന്നവനായി നാം കർത്താവിനെ കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ സാന്നിധ്യം ഭക്തന്മാരുടെ നടുവിലാണുള്ളത്, അല്ലാതെ ഒരു വസ്തുവിലല്ല ഉള്ളത്. തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നു എന്ന ചിന്ത നമുക്ക് സ്വീകാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ ഉപദേശമാണ് ഓർമ്മയുടെ ഉപദേശം. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ഹലോ, ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, കൊരിന്ത്യ ലേഖനത്തിൽ 5, 10, 11 അധ്യായങ്ങളിലായി 3 പ്രധാനപ്പെട്ട ചിന്തകളാണ് പൗലോസ് പങ്കുവയ്ക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഓരോന്നായി നമുക്കൊന്ന് നോക്കാം. 1 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 7, 8 വാക്യങ്ങൾ. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. ഇത് പെസഹയുമായി ബന്ധപ്പെട്ട ഒരു ചിന്തയാണ്. അടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. യഹൂദന്റെ പെസഹയോടുള്ള ബന്ധത്തിലുള്ള ഒരു ചിന്തയാണ് പൗലോസ് ആദ്യമായി ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാർ പെസഹ ആചരിക്കുമ്പോൾ ദൈവം പറഞ്ഞിരുന്ന ഒരു കാര്യം, നിങ്ങളുടെ വാസസ്ഥലങ്ങളിലൊന്നും പുളിപ്പ് ഉണ്ടായിരിക്കരുത്. 7 ദിവസം പുളിപ്പില്ലായ്മ നിങ്ങൾ ആചരിക്കണം. ആരെങ്കിലും പുളിപ്പ് ഭക്ഷിക്കുന്നുവെങ്കിൽ അവനെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. ഈ പഴയ നിയമ പശ്ചാത്തലം ഉദ്ധരിച്ചിട്ട് കൊണ്ട് പൗലോസ് പുതിയ നിയമത്തിൽ സുവ്യക്തമായ ഒരു അർത്ഥവ്യാപ്തി വ്യക്തമാക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അന്നവര് ആമേൻ ആ മാവിലെ പുളിച്ചിപ്പാണ് മാറ്റിക്കളഞ്ഞത്. നിങ്ങൾ ഇന്ന് ജീവിതത്തിൻ്റെ ആത്മീകതയെ നശിപ്പിക്കുന്ന പുളിപ്പുകൾ നീക്കിക്കളയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പെസഹ കുഞ്ഞാടിനെ അറുത്തത്, നിങ്ങൾ ആ വാക്യം നോക്കൂ, 1 കൊരിന്ത്യർ 5:7. നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ഡമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. യാതൊരു സംശയവുമില്ല, ക്രിസ്തു തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ അർത്ഥം ആ പുളിപ്പില്ലായ്മയോടുകൂടെ ഉത്സവം ആചരിച്ചാലുള്ള അനുഭവവും അനുഗ്രഹവും മനസ്സിലാക്കാൻ പഴയ നിയമത്തിൽ യഹൂദന്മാർ പെസഹ ആചരിച്ച് 4 സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. 1-ാമത്തെ സംഭവം പുറപ്പാട് പുസ്തകം പ്രൈസ് ദി ലോർഡ് 12-ാം അധ്യായത്തിലാണ്. പെസഹ ആചരിക്കാൻ തുടങ്ങുകയാണ് അവര്. 400ഓളം വർഷം മിസ്രൈമിൽ അടിമകളായി താമസിച്ചു. ആ അടിമവാസം കടന്ന് അവർ കനാനിലേക്ക് കടന്നു പോകാൻ തുടങ്ങുകയാണ്. യഹൂദന്മാർ ഇന്നും കാത്തുപാലിക്കുന്ന കലണ്ടർ അത് ഈജിപ്തുകാരുടെ കലണ്ടറാണ്, മിസ്രൈമ്യൻ കലണ്ടറാണ്. മിസ്രൈമ്യ കലണ്ടറിൽ ആബീബ് മാസം എന്നുള്ളത് 7-ാമത്തെ മാസമാണ്. പക്ഷേ കർത്താവിനോട് പറയുകയാണ്, കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടിളമേലും കുറുമ്പടിമേലും പുരട്ടി മരണദൂതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന നിങ്ങൾക്ക് ഇത് 1-ാം മാസമായി കണക്കാക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ആരംഭമുണ്ടാകണം. അപ്പോൾ അവർക്കൊരു പുതിയ ആരംഭമുണ്ടാകണമെന്ന്, ഒരു പുതിയ തുടക്കമുണ്ടാകണമെന്ന് ദൈവം അവിടെ ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകലിൽ സഹോദരങ്ങളെ, കണ്ടാലും സകലവും പുതിയതായി തീർന്നിരിക്കുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഒരു പുതിയ ആരംഭം നമ്മളിൽ ഇന്ന് രാവിലെയും തുടങ്ങട്ടെ. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ 1-ാമത്തെ പെസഹ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിനോടുള്ള ബന്ധത്തിലാണ്, ഒരു കുഞ്ഞാടിനെ അറക്കുന്നതിനോടുള്ള ബന്ധത്തിലാണ്.
4 പ്രധാന നിഷ്കർഷതകൾ ദൈവം അവർക്ക് നൽകിയിരുന്നു. ഒന്നാണ് രണ്ടാമത്തെ വാക്യം, ഇത് നിങ്ങൾക്ക് 1-ാം മാസമായിരിക്കണം. രണ്ടാമത്തെ കാര്യം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്. 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം തന്നെ പുളിച്ച മാവ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് നീക്കണം. 1-ാം ദിവസം മുതൽ 7-ാം ദിവസം വരെ ആരെങ്കിലും പുളിപ്പുള്ള അപ്പം തിന്നാൽ അവനെ ഇസ്രായേലിൽ നിന്ന് ഛേദിച്ചു കളയണം. അപ്പൊ പുളിപ്പുകൾ നീക്കിക്കളയണം. പുതിയ നിയമത്തിൽ ഒരേ വാക്യം 2 ഇടത്ത് പൗലോസ് എടുത്തുദ്ധരിക്കുന്നത് ഗലാത്യ ലേഖനത്തിലും കൊരിന്ത്യ ലേഖനത്തിലുമാണ്. അസാരം പുളിമാവ് പിണ്ണത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചെറിയ ലാഘവത്വം കാണിക്കുന്ന ഒരു പാപം നിങ്ങളുടെ മുഴുവൻ ആത്മിക ജീവിതത്തെയും തുലച്ചു കളയും. പ്രൈസ് ദി ലോർഡ്. അതിനെ മുഴുവൻ അത് മൂടിക്കളയും. ചെറിയ പുളിമാവ് ആ മാവിനെ മുഴുവൻ പുളിപ്പിക്കുന്നത് പോലെ ആ പാപത്തിൻ്റെ ലാഞ്ചന, അതിൻ്റെ പ്രവണത, അതിൻ്റെ സ്വാധീനത ആ മാവിനെ മുഴുവൻ പിടിച്ചടക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെയും ജീവിതത്തിൽ വരുന്ന അശുദ്ധികൾ നശിപ്പിച്ച് കളയുമെന്നാണ് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, അല്ലേ? 7 ദിവസം നിങ്ങൾ പുളിപ്പില്ലായ്മ ആചരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും പുളിപ്പ് ഭക്ഷിച്ചാൽ എന്ത് ചെയ്യണം? ഛേദിച്ച് കളയണം. ദൈവത്തിൻ്റെ മൂന്നാമത്തെ വ്യവസ്ഥ അതിൻ്റെ 48-ാമത്തെ വാക്യമാണ്. പുറപ്പാട് 12:48. ഒരു അന്യജാതിക്കാരൻ നിന്നോട് കൂടെ പാർത്ത് യഹോവയ്ക്ക് പെസഹ ആചരിക്കണമെങ്കിൽ അവനുള്ള ആണൊക്കെയും പരിച്ഛേദന ഏൽക്കണം. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ അബ്രഹാമിന് ദൈവം നൽകിയ ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് പരിച്ഛേദനയായിരുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം ഇന്ന് പരിച്ഛേദന സ്വീകരിക്കുന്നില്ല. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ പരിച്ഛേദന ഏറ്റാൽ ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവുമില്ല. നിങ്ങൾ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തരായി പോയി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താണ് പുതിയ നിയമം വ്യക്തമാക്കുന്ന പരിച്ഛേദന? മാനസാന്തരമാണ്, ഹൃദയത്തിനുണ്ടാകുന്ന രൂപാന്തരമാണ്. റോമാലേഖനം 2:28-29 വാക്യങ്ങൾ, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, ആകമേ യഹൂദനായവനത്രേ യഹൂദൻ, അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ കത്തി കൊണ്ടായിരുന്നു പരിച്ഛേദന നടത്തിയിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കൊലോസ്യ ലേഖനം 2:11 കൈകൊണ്ട് അല്ലാത്ത പരിച്ഛേദന ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എവിടെയാണ് പരിച്ഛേദന? അപ്പോസ്തലപ്രവൃത്തി 7:51 ചെവിക്കും ഹൃദയത്തിനും പരിച്ഛേദനയുള്ളവരാകുവീൻ. ഹല്ലേലൂയ. ഇനി രക്ഷാനുഭവം പ്രാപിച്ച നാമാണ് പരിച്ഛേദനക്കാർ. ഫിലിപ്പിയ ലേഖനം 3:3 പൗലോസ് പറയുന്നു, നാമല്ലോ പരിച്ഛേദനക്കാർ. 3 യോഗ്യത: ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ഇന്ന് പകലിൽ ആത്മനിറവിലുള്ള ആരാധനയ്ക്ക് വേദപുസ്തകം എത്ര പ്രാധാന്യം നൽകുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുക. സത്യ നമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. ദൈവം തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് ദൈവം ഈച്ഛിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ മൂന്നാമത്തെ വ്യവസ്ഥ ഇവിടെ വായിക്കുന്ന എന്താ? പരിച്ഛേദന ഏറ്റുവിട്ട് വേണമായിരുന്നു പെസഹ ഭക്ഷിക്കുവാൻ. സ്തോത്രം. നാലാമത്തെ വ്യവസ്ഥ അതിന്റെ 11-ാമത്തെ വാക്യമാണ്, അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം, തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം, അത് യഹോവയുടെ പെസഹയാകുന്നു. അപ്പൊ പെസഹ, പ്രൈസ് ദി ലോർഡ്. പെസഹയും തിരുവത്താഴവും 2-2. പെസഹ ഇസ്രായേൽ ജനത്തിൻ്റെ മിസ്രൈമിൽ നിന്നുള്ള പുറപ്പാടിനെ കാണിക്കുകയാണ്. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിനെ കാണിക്കുകയാണ്. തിരുവത്താഴം യേശുവിൻ്റെ കുരിശിലെ മരണത്തെ കാണിക്കുന്നു. ഇത് തമ്മിൽ ആ നിലയിൽ ബന്ധമില്ല. പക്ഷേ
പഴയനിയമത്തിലെ പെസഹയുടെ സംഭവങ്ങളിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും ലഭ്യമാവുന്ന ചില ആത്മീക ചിന്തകൾ ഇന്ന് പകൽ ഞാൻ പങ്കുവയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 400 വർഷമായി അവർ മിസ്രൈമിൽ താമസിക്കുകയാണ്. അന്ന് അവരവിടുന്ന് വിടുതൽ പ്രാപിക്കുകയാണ്. ഫറവോന് ഞാൻ ഇനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. അവരുടെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞവരായി അവർ സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന നിമിഷമായിരുന്നു അന്ന്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കയ്യിൽ വടി പിടിച്ച്, അരകെട്ടി, കാലിൽ ചെരിപ്പിട്ട് തിടുക്കത്തോടെ അവർ ഭക്ഷിക്കുമായിരുന്നു. എന്താ കാര്യം? ഇവിടെ നിന്ന് കടന്നു പോകാൻ തുടങ്ങിയ ദൈവത്തിൻ്റെ മക്കളെ, ഇന്ന് പകലിൽ ഈ ശുശ്രൂഷ നമ്മെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തിൽ നിന്ന് നാമും കടന്നു പോകാനുള്ള സമയമായി. എത്ര പേർക്ക് ഇന്ന് രാവിലെ പ്രത്യാശയുണ്ട്? കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈ ലോകത്തിലെ വാസം കഴിഞ്ഞിട്ട് നാം നമ്മുടെ ആത്മനാഥൻ്റെ സ്വർഗീയ കനാനിലേക്ക് കടന്നു പോകാൻ ഒരുക്കമുള്ളവരാണ്. അവർ തിടുക്കത്തോടെയാണ് ഭക്ഷിക്കുന്നത്. അപ്പോൾ പെസഹ, കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പെസഹയുടെ കാര്യം പറഞ്ഞിട്ടാണ് അതിൻ്റെ ആത്മീക പൊരുളുകൾ പറയുന്നത്. പഴയനിയമത്തിൽ യഹൂദന്മാർ പെസഹ ആചരിച്ച നിരവധി സന്ദർഭങ്ങളിൽ നിന്ന് ഒരു 4 കാര്യങ്ങൾ ഞാൻ ആരംഭമായി ചൂണ്ടിക്കാണിക്കുകയാണ്. രണ്ടാമത്, അവർ മരുഭൂമിയിൽ വെച്ച് പെസഹ ആചരിച്ചു. ഒന്ന്, മിസ്രൈമിൽ വെച്ച് പെസഹ ആചരിച്ചു, അന്ന് രാത്രി അവിടുന്ന് കടന്നുപോയി. 2, മരുഭൂമിയിൽ വെച്ച് അവർ പെസഹ ആചരിച്ചു. സംഖ്യാപുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. അതിന് നിശ്ചയിച്ച സമയമായ ഈ മാസം 14-ാം തീയതി വൈകുന്നേരം അത് ആചരിക്കണം. അതിന്റെ എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസരണയായി നിങ്ങൾ അത് ആചരിക്കണം. എല്ലാ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അനുസൃതമായി നിങ്ങൾ പെസഹ ആചരിക്കണം. അല്ലേ? അതെന്നാചരിക്കണം? 1-ാം മാസം, ഈ മാസം 14-ാം തീയതി വൈകുന്നേരം നിങ്ങളത് ആചരിക്കണം. അങ്ങനെ അത് ആചരിച്ചു. പക്ഷേ യാദൃശ്ചിക അവിടെ അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരാൾ മരിച്ചു. മരിച്ചയാളിനെ ബന്ധുക്കൾക്ക് കുഴിച്ചിടണം. ശവത്തെ തൊടുന്നവൻ അശുദ്ധനായിരിക്കണം. അവൻ പാളയത്തിന് പുറത്ത് പാർക്കണം. ഹലോ. പക്ഷേ ഇവിടെ പെസഹ നടക്കുമ്പോൾ അവൻ ഈ ശവത്തെ തൊട്ടവരോട് പറഞ്ഞു, നിങ്ങളിതിൽ പങ്കെടുക്കരുത്, നിങ്ങൾ മാറി നിൽക്കണം. അവര് മോശയോട് എന്ന് പറഞ്ഞു, ഞങ്ങളെ കാർന്നവര് മരിച്ചുപോയി, ഞങ്ങൾക്ക് അടക്കണമായിരുന്നു, ഞങ്ങളെ മുടക്കുന്നത് എന്ത്? എന്നാൽ ഒരു മനുഷ്യന്റെ ശവത്താൽ അശുദ്ധരായി തീർന്നിട്ട് ആ നാളിൽ പെസഹ ആചരിപ്പാൻ കഴിയാത്ത ചിലർ ഉണ്ടായിരുന്നു. അവർ അന്ന് തന്നെ മോശയുടെയും അഹരോന്റെയും മുമ്പാകെ വന്ന് അവനോട്, ഞങ്ങൾ ഒരുത്തിന്റെ ശവത്താൽ അശുദ്ധരായിരിക്കുന്നു. നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ യഹോവയുടെ വഴിപാട് കഴിക്കാതിരിപ്പാൻ ഞങ്ങളെ മുടക്കുന്നത് എന്തെന്ന് ചോദിച്ചു. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചുപോയി, ഞങ്ങൾക്ക് ശവം അടക്കണമായിരുന്നു, ശവത്തെ തൊടുന്നവൻ അശുദ്ധനായിരിക്കണം. പക്ഷേ ഈ നിശ്ചിത ദിവസം ഞങ്ങൾക്കിത് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്, ഞങ്ങളെ മുടക്കുന്നത് എന്ത്? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, മോശെ അവരുടെ കാര്യം ദൈവസന്നിധിയിൽ വെച്ചു. നിൽപ്പീൻ, ഞാൻ യഹോവയോട് ചോദിക്കട്ടെ. നിങ്ങൾക്കറിയാമോ, മോശയുടെ ജീവിതത്തിൽ വലിയ വലിയ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. 40 വർഷം ജനത്തെ നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ പല പ്രാവശ്യം ചങ്കിനെ കുത്തിത്തുളയ്ക്കുന്ന പ്രതിസന്ധികൾ അവൻ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം മോശ ചെയ്തൊരു കാര്യം, നിൽപ്പീ, ഞാൻ യഹോവയോട് ചോദിക്കട്ടെ. ഇന്ന് പകലിൽ സഹോദരങ്ങളെ, എനിക്ക് നിങ്ങൾക്കും ഉത്തരമില്ലാത്ത ഒത്തിരി വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് ചോദിക്കാനൊരിടമുണ്ട്. നിൽപ്പീ, ഞാൻ യഹോവയോട് ചോദിക്കട്ടെ. ദൂരയാത്രയിൽ ആയിരിക്കുകയോ ചെയ്താലും അവൻ യഹോവയ്ക്ക് പെസഹ ആചരിക്കണം. 2-ാം മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് അവർ അത് ആചരിച്ച് പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പ് ചീരയോടും കൂടെ അത് ഭക്ഷിക്കണം. ദൈവം കരുണയുള്ളവനാണ്. ദൈവം നിയമങ്ങൾ നൽകുന്നു, നിബന്ധനകൾ നൽകുന്നു. പക്ഷേ അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. നാം പൊടിയെന്നവൻ ഓർക്കുകയാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുകയാണ്. 1-ാം മാസം 14-ാം തീയതി ആ ശുശ്രൂഷ നടക്കുമ്പോൾ ശവത്താൽ അശുദ്ധമായിരുന്ന ചിലർക്ക് അതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയില്ല. അങ്ങനെയുള്ളവരുടെ കാര്യം ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, അവർക്ക് വേണ്ടി മാത്രമായി ഒരിക്കൽ കൂടെ പെസഹ ആചരിക്കട്ടെ. ഇനി ഒരു വർഷം അവർ നോക്കി നിൽക്കേണ്ടതല്ല, എല്ലാ വർഷവും
1-ാം മാസം 14-ാം തീയതിയാണല്ലോ. അവരിനി ഒരു വർഷം നോക്കി നിൽക്കേണ്ടതില്ല. അവർക്ക് വേണ്ടി ദൈവം ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കുകയാണ്, 2-ാം അവസരം നൽകുകയാണ്. അങ്ങനെയുള്ളവർക്ക് 2-ാം മാസം 14-ാം തീയതി അവർക്ക് മാത്രമായി പെസഹ ആചരിച്ചു. സഹോദരങ്ങളെ, ഇന്ന് രാവിലെ നമ്മുടെ ബലഹീനതകൾ അറിയുന്ന ദൈവം, നമ്മുടെ പോരായ്മകൾ അറിയുന്ന ദൈവം, നമ്മുടെ ആയ്മകൾ അറിയുന്ന ദൈവം, നമ്മോട് കരുണ കാണിക്കുന്ന ദൈവം, അവൻ നമുക്ക് വേണ്ടി ഒരു 2-ാം അവസരം നൽകി തരുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ പെസഹ ആചരിക്കുക. പെസഹ ആചരിച്ച് 3-ാമത്തെ സന്ദർഭം ഹിസ്കിയാവിൻ്റെ കാലത്താണ്. 2 ദിനവൃത്താന്ത പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഹിസ്കിയാവിൻ്റെ കാലത്ത് പെസഹ ആചരിക്കുന്നു. പെസഹ ആചരിക്കാൻ വേണ്ടി വരുമ്പോൾ കുഞ്ഞാടിനെ അറക്കുന്ന പുരോഹിതൻ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചവരായിരിക്കണം. അതിൽ പങ്കാളികളാകുന്ന വിശ്വാസികൾ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചവരായിരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. പക്ഷേ ഹിസ്കിയാവിൻ്റെ കാലത്ത് എന്താ സംഭവിച്ചത്? വായിച്ചാട്ടെ. 2 ദിനവൃത്താന്തം 30-ന്റെ 3-ാമത്തെ വാക്യം. പുരോഹിതന്മാർ വേണ്ടുന്ന അത്രയും പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാതെയും ജനം യെരൂശലേമിൽ ഒരുമിച്ച് കൂടാതെയും ഇരുന്നത് കൊണ്ട് സമയത്ത് അത് ആചരിപ്പാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. വലിയൊരു ജനസമൂഹം എഫ്രൈമിൽ നിന്നും മനശ്ശെയിൽ നിന്നും ഇസ്സാഖാരിൽ നിന്നും സെബൂലിൽ നിന്നുമുള്ള അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാതെ എഴുതിയിരിക്കുന്ന വിധി വിട്ട് മറ്റൊരു പ്രകാരത്തിൽ പെസഹ തിന്നു. ഹലോ, എഴുതിയിരിക്കുന്ന വിധി വിട്ട് 1, 2, തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാതെ അവർ പെസഹ ഭക്ഷിച്ചു. എന്താ സംഭവിച്ചതെന്നറിയാമോ? പൗലോസ് പറയുന്നതാണ്, അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. അനേകരും നിദ്ര കൊള്ളുന്നു, അനേകരും രോഗികളായിത്തീരും. എന്ത് സംഭവിച്ചെന്ന് നോക്ക്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധ മന്ദിരത്തിന് ആവശ്യമായ വിശുദ്ധീകരണം പോലെ വിശുദ്ധനായില്ലെങ്കിലും ദൈവത്തെ തൻ്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ തന്നെ അന്വേഷിപ്പാൻ മനസ്സ് വെക്കുന്ന എല്ലാവരോടും ദയാലുവായ യഹോവേ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അടുത്ത വാക്യം. ആമേൻ. ദൈവം യഹോവ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന കേട്ടു, ജനത്തെ സൗഖ്യമാക്കി. എന്ത് സംഭവിച്ചു? അവർ രോഗികളായി. സ്തോത്രം. പക്ഷേ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചു, ദൈവമേ ക്ഷമിക്കണമേ എന്ന്. നമുക്കാർക്കും കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഇതിൻ്റെ പിന്നിൽ ഒരു ദിവ്യ ശക്തിയുടെ വ്യാപാരമുണ്ട്. ദൈവം രോഗികളെ സുഖപ്പെടുത്തും. ഇന്ന് പകലിൽ ഈ തിരുത്താഴത്തിൽ പങ്കെടുക്കുമ്പോൾ രോഗികൾ സുഖമാകേണ്ടതിനായി, സൗഖ്യം വ്യാപരിക്കേണ്ടതിനായി ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. അവൻ്റെ ആടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നുവരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പെസഹ ആചരിച്ച ഒരു സന്ദർഭം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ദൈവത്തിന് സ്തോത്രം. എസ്രയുടെ കാലത്താണ്. എസ്രയുടെ പുസ്തകം. മാസത്തിൽ വന്ന ഇസ്രായേൽ മക്കളും ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ അന്വേഷിക്കേണ്ടതിന് ദേശത്തെ ജാതികളുടെ അശുദ്ധി വെടിഞ്ഞു വന്നവരൊക്കെയും പെസഹ തിന്നു. ആരാ തിന്നത്? ജാതികളുടെ അശുദ്ധി വെടിഞ്ഞു വന്നവർ പെസഹ തിന്നു. എന്ത് സംഭവിച്ചു? 21-ാമത്തെ വാക്യം. യഹോവ അവരെ സന്തോഷിപ്പിക്കുകയും ഇസ്രായേലിന്റെ ദൈവമായ ദൈവത്തിന്റെ ആലയത്തിലെ പണിയിൽ അവരെ സഹായിക്കേണ്ടതിന് അശൂർ രാജാവിന്റെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കുകയും ചെയ്തു. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ജനം വിശുദ്ധിയിലേക്ക് മടങ്ങി വന്ന്, ഹല്ലേലൂയ, ജനം വിശുദ്ധിയിലേക്ക് മടങ്ങി വന്ന് പെസഹ ആചരിച്ചപ്പോൾ എന്ത് സന്തോഷിച്ചു? അനുസരിച്ചാൽ നിനക്ക് സന്തോഷം കിട്ടും. ഹല്ലേലൂയ. പ്രമാണം അനുസരിച്ചാൽ ദൈവം നിന്നെ സന്തോഷിപ്പിക്കും. ദൈവം അവരെ സന്തോഷിപ്പിച്ചു, അതുകൊണ്ട് അവർ സന്തോഷിച്ചു. മാത്രമാണോ? ഹലോ, മനസ്സിലായോ? അവരുടെ പണികൾക്ക് തടസ്സങ്ങൾ നിൽക്കുക, ദേശവാസികൾ തടസ്സം നിൽക്കുക, രാജാവ് തടസ്സം നിൽക്കുകയാണ്. സ്തോത്രം. സ്റ്റേ ഓർഡർ വന്നിരിക്കുക, മാസ് പെറ്റീഷൻ തയ്യാറാക്കി അങ്ങോട്ട് അയച്ചേക്കുകയാ. ഹാലിയത്തിന്റെ പണി മുടങ്ങിക്കിടക്കുക. പക്ഷേ ജനം ആമേൻ അശുദ്ധി വെടിഞ്ഞ് മടങ്ങി വന്നു. അവർ വിശുദ്ധിയോടെ പെസഹ ഭക്ഷിച്ചപ്പോ ദൈവം, ഹല്ലേലൂയ, ദൈവം അശൂർ രാജാക്കന്മാരുടെ ഹൃദയത്തെ അവർക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്തു.
ഇന്ന് പകലിൽ അനുകൂലമല്ലാത്ത രംഗങ്ങൾ നിനക്ക് അനുകൂലമായി വരണമെങ്കിൽ നീ വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 2, കൂട്ടായ്മയിൽ വളരുവാൻ ഈ ശുശ്രൂഷ നമുക്ക് സഹായമായി തീരുകയാണ്. കൊരിന്ത്യർ ലേഖനത്തിലെ 2-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ദൈവത്തിന് സ്തോത്രം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 16-17 വാക്യം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാം നുറുക്കുന്ന അപ്പം, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം, അത് യേശുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയാണ്, യേശുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയാണ്. പ്രൈസ് ദി ലോർഡ്. തിരുവത്താഴ് ശുശ്രൂഷയിൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവമക്കളുടെ കൂട്ടായ്മയുടെ ബലം വർദ്ധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പഴനിയമത്തിലെ ചില ദൃഷ്ടാന്തങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. അപ്പവും വീഞ്ഞും ഭക്ഷിച്ചതിനാൽ ആത്മാവിൽ ബലം പ്രാപിച്ച ചില ഭക്തന്മാരുണ്ട്. ലോത്തിനെ ജാതികൾ പിടിച്ചുകൊണ്ടുപോയി, അല്ലേ? സ്തോത്രം. അബ്രഹാം തൻ്റെ വീട്ടിൽ വളർന്ന അഭ്യാസികളുമായി പോയി അവരെ മടക്കിക്കൊണ്ടുവരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അവൻ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആ മൽക്കീസേദെക്ക് യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. അവന് പിതാവില്ല, മാതാവില്ല, അവന് ജീവാരംഭവും ജീവാവസാനമില്ല. അവൻ ദൈവത്തിന് തുല്യനായിരിക്കുന്നു. നീ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മൽക്കീസേദെക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. ജയിച്ചു വരുന്ന അബ്രഹാമിന് മൽക്കീസേദെക്ക് കൊടുത്തത് അപ്പവും വീഞ്ഞുമായിരുന്നു. ക്ഷീണങ്ങൾ മാറി നാം ആത്മീകമായി കരുത്തുള്ളവരായി മാറുന്നത് ഈ അപ്പവീഞ്ഞുകളുടെ സ്വീകരണത്തിലൂടെയാണ്. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 11-12 വാക്യം. അവർ വയലിൽ വെച്ച് ഒരു മിസ്രൈമിനെ കണ്ട് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ അപ്പം കൊടുത്തു, അവൻ തിന്നു. അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു. അവർ അവനൊരു കഷ്ണം അത്തിയടയും 2 ഉണക്ക മുന്തിരിക്കൊലയും കൊടുത്തു. ആമേൻ. അവനും അപ്പവും വീഞ്ഞുമാ കൊടുക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഇല്ലാതിരുന്ന ഒരു സന്ദർഭത്തിൽ സിക്ലാഗ് ശത്രുക്കൾ പിടിക്കുകയാണ്. ദാവീദ് മടങ്ങി വന്നപ്പോൾ താൻ പാർത്ത് പട്ടണം മുച്ചൂടും മുടിച്ചിരിക്കുന്നു, ഇടിച്ചു തകർത്തിരിക്കുന്നു. ഭാര്യമാരെയും മക്കളെയും ബന്ധിതരായി കൊണ്ടുപോയിരിക്കുന്നു. താൻ ദൈവസന്നിധി കരഞ്ഞു. കരവാൻ ബലമില്ലാതെ ആകുവോളം കരഞ്ഞു. കൂടെ വന്ന പട്ടാളക്കാർ പറഞ്ഞു, നീ മൂലമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ദാവീദിനെ എറിയാൻ കല്ലെടുത്തു. സ്തോത്രം. ഏത് വാക്യം? ദാവീദോ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ദൈവത്തോട് ചോദിച്ചു, ദൈവമേ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ അവരുടെ പുറകെ പോകണമോ? ദൈവം പറഞ്ഞു, ചെല്ലുക, സകലത്തെയും നീ വിടുവിച്ചു കൊണ്ടുവരും. അങ്ങനെ ദാവീദും പട്ടാളക്കാരും കൂടെ ഈ ശത്രു സൈന്യം പോയതിൻ്റെ പിന്നാലെ ചെല്ലുകയാ. ഒരു വയലിൽ ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത ഞരക്കം. ആരോ ഒരാൾ കിടന്ന് കരയുന്നായിട്ട്, അയ്യോ അയ്യോ എന്ന് കരയുന്നായിട്ട് ഒരു ശബ്ദം. അവരവിടെ ഇങ്ങ് നോക്കിയിട്ട് ആരെയും കണ്ടില്ല. പട്ടാളക്കാർ അവിടെ എല്ലാം ചെന്ന് നോക്കുമ്പോൾ ഒരു കുഴിക്കകത്ത് ഒരുത്തൻ ഇങ്ങനെ പനി പിടിച്ചു വേച്ചു പറിച്ചു അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുകയാണ്, ഞരങ്ങുകയാണ്. അവനെ പൊക്കിയെടുത്ത് ദാവീദിൻ്റെ അടുക്ക് കൊണ്ടുവന്നു. അവനോട് ചോദിച്ചു, നീ എവിടുത്തുകാരനാ? നിനക്ക് എന്നാ സംഭവിച്ചേ? അവൻ പറഞ്ഞു, ഞാനൊരു മിസ്രൈമ്യനാണ്, ഒരടിമയാണ്, ഒരു അമാലേക്കിൻ്റെ ഭൃത്യനാണ്. 3 ദിവസത്തിന് മുമ്പ് ഞങ്ങൾ സിക്ലാഗ് പിടിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ മുതലാളിമാർ എന്നോട് പറഞ്ഞു, ചവിട്ടടാന്ന് പറഞ്ഞു. ഞാൻ കഥമൊക്കെ ചവിട്ടിപ്പൊളിച്ചു. തീ വെക്കടാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ശരീരം പോലും നോക്കാതെ മുതലാളിമാർക്ക് വേണ്ടി ഓടി നടന്ന് പണിയെടുത്തു. അങ്ങനെ എനിക്ക് പനി പിടിച്ചു. അവർ ഈ മുതലും കൊള്ള വസ്തുക്കളെല്ലാം കൂടെ വാരിക്കെട്ടിക്കൊണ്ട് പോകുമ്പോൾ പനി പിടിച്ച് ഞാൻ വേച്ചു വിറച്ച് ചെല്ലുമ്പോൾ അവരെല്ലാം കൂടെ പൊക്കിയെടുത്ത് ഈ കുഴിയിലിട്ടടാ. സ്തോത്രം. ഇതാണ് ലോകം. നിങ്ങൾക്ക് പണമുണ്ടോ? ലോകത്തിന് നിങ്ങളെ വേണം. നിങ്ങൾക്ക് ആരോഗ്യമുണ്ടോ? ലോകത്തിന് നിങ്ങളെ വേണം.
നാളെ നീ ഒരു രോഗിയാവട്ടെ, നാളെ നീ ഒരു ബാധ്യതയാവട്ടെ, ഇന്ന് കൂടെ നിൽക്കുന്നവർ, നിന്നെ കൊണ്ട് മുതലെടുത്തവർ പോലും നിന്നെ കുഴിയിലേക്ക് വലിച്ചെറിയും. സ്തോത്രം. ദാവീദ് അവന് ഒരു കഷ്ണം അപ്പവും മുന്തിരിയും കൊടുത്തു. അത് തിന്നപ്പോൾ അവന് ഉയിര് വീണു. ഇന്ന് പകലിൽ എവിടെല്ലാം നീ തഴയപ്പെട്ടവനാണെങ്കിലും, എവിടെല്ലാം നീ കുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടവനാണെങ്കിലും, നിനക്ക് ജീവൻ തരുന്ന, നിനക്കൊരു പുതിയ സന്തോഷവും ചൈതന്യം തരുന്ന ഈ അപ്പവിഞ്ഞുകൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തി കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഇതൊരു കൂട്ടായ്മയുടെ ബന്ധത്തെ ഉറപ്പിച്ചെടുക്കുന്ന അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇത് ഐക്യത തരികയാണ്. പലരായ നാം ഒരു ശരീരമായി മാറുകയാണ്, അല്ലേ? ഒന്നായിത്തീരുന്ന ഒരു ദിവ്യമായ അനുഭവമാണ്. ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്തെ അർത്ഥത്തിലേക്ക് വരാം. അത് 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 26 വരെയുള്ള വാക്യമാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. സ്തോത്രം. ഇടയ്ക്കൊരു കാര്യം തിരുത്തിക്കോട്ടെ. കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെവിൻ എന്നാണ് ആളുകൾ പറയുന്നത്. അങ്ങനൊരു വാക്യം ബൈബിളിലില്ല. കൂടി വരുമ്പോഴൊക്കെയും എന്നല്ല, കുടിക്കുമ്പോഴൊക്കെയും എന്നാണ്, അല്ലേ? അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. സ്തോത്രം. കർത്താവിൻ്റെ കുരിശു മരണത്തെ ധ്യാനിക്കാൻ സഹായകരമായി മാറുന്ന ഒരു ശുശ്രൂഷയാണ് തിരുവത്താഴം എന്നുള്ളത്. യേശു നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. അവിടുത്തെ പരിശുദ്ധ രക്തം നമുക്ക് വേണ്ടി ചീന്തപ്പെട്ടു. അതിനെ ഓർക്കുകയാണ്. തിരുവത്താഴം എന്ന് മുതൽ എന്ന് വരെ സ്വീകരിക്കണം. സഭായുഗം മുഴുവൻ സ്വീകരിക്കണം. അതിൻ്റെ വാക്യത്തെളിവ്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുകയാണ്. യേശുവിന്റെ മരണത്തിനും മടങ്ങി വരവിനും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് സഭായുഗം. ഒന്നുകൂടെ പറയാം. യേശുവിന്റെ മരണത്തിനും മടങ്ങി വരവിനും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് സഭായുഗം. സ്തോത്രം. കർത്താവ് ഇതുവരെയും മടങ്ങി വന്നിട്ടില്ല. ഇതുവരെയും നമ്മുടെ കർത്താവ് മടങ്ങി വന്നിട്ടില്ല. കർത്താവിൻ്റെ മടങ്ങി വരവ് താമസിച്ചതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ തിരുവത്താഴത്തിൽ പങ്കെടുക്കുവാൻ ദൈവം നമുക്ക് നൽകിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഇത് നമുക്ക് സ്വർഗീയ പ്രത്യാശ വർദ്ധിപ്പിച്ചു തരുന്നു. കർത്താവ് എന്താ പറഞ്ഞത്? സ്വർഗരാജ്യത്തിൽ നിങ്ങളോടുകൂടെ പന്തിയിലിരിക്കുന്ന നാൾ വരെ ഇനി മുന്തിരി വള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ കുടിക്കുകയില്ല. സഹോദരങ്ങളെ, ഒരു ദിവസം യേശുവിനോടുകൂടെ ഞാൻ പന്തിയിലിരിക്കും. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു ചെറിയ ഉദാഹരണം. സ്തോത്രം. ശൗലിൻ്റെ ഗ്രഹത്തിൽ 2 കാലും മുടന്തനായി പോയ മെഫീബോശെത്ത് എന്ന് പറയുന്നൊരു പയ്യനുണ്ട്. പ്രൈസലോ. മരണത്തിന് വിധിക്കപ്പെട്ടവനായിരുന്നു. ശൗലിൻ്റെ ഗ്രഹം ക്ഷയിച്ചു വന്നു. ദാവീദിൻ്റെ ഗ്രഹം പ്രബലപ്പെട്ടു. ക്ഷയിച്ചു വന്ന ആ കുടുംബത്തിൽപ്പെട്ട 2 കാലും മുടന്തനായ മെഫീബോശെത്ത്, പ്രൈസലോ, ആമേൻ, ലൊദേബാർ എന്ന് പറയുന്ന സ്ഥലത്ത്, ആമേൻ, ഒരു നേഴ്സ് അവനെ സൂക്ഷിച്ചു വളർത്തിക്കൊണ്ടുവരുമ്പോൾ ദാവീദ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ യോനാഥാന്റെ നിമിത്തം കരുണ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ ഗ്രഹത്തിൽ ആൺകുഞ്ഞുങ്ങൾ ആരെങ്കിലും അവശേഷിക്കുന്നോ? ഒരുവൻ പറഞ്ഞുകൊണ്ട് 2 കാലും മുടന്തനായ ഒരുവനുണ്ട്. പ്രൈസലോ. അവനെ കൊണ്ടുവന്നു. അവൻ വിചാരിച്ചു അവസാനത്തെ ആൺകുഞ്ഞായ എന്നെ കൂടെ കൊല്ലാനായിരിക്കും കൊണ്ടുവന്നെന്ന്. മെഫീബോശെത്തെ എന്ന് വിളിച്ചു. അടിയൻ ഇതാ എന്ന് പറഞ്ഞു. പ്രൈസലോ, പ്രൈസലോ. അവനോട് പറഞ്ഞു, നിന്റെ അപ്പൻ്റെ മുതലൊക്കെയും ഞാൻ നിനക്ക് തിരിച്ചു തരുന്നു. 1. 2, ഇന്ന് മുതൽ നിനക്ക് രാജാവിൻ്റെ മക്കളുടെ കൂടെ, രാജകുമാരന്മാരുടെ കൂടെ ഈ മേശയിൽ ഭക്ഷിക്കാം. പ്രൈസലോ. ഹലോ. 2 കാലും മുടന്തനായ ഒരുവൻ. നിങ്ങളെല്ലാം ഇവിടെയുണ്ടോ? 2 കാലും മുടന്തനായ ഒരുവൻ. പ്രൈസലോ. യാതൊരു പുണ്യവും പുകഴ്ചയും പറയാനില്ലാത്തൊരുവൻ. ആമേൻ. അവൻ ഇരിക്കുക ആരുടെ കൂടെ എന്നറിയാമോ? രാജകുമാരന്മാരുടെ കൂടെ. രാജകുമാരന്മാരുടെ ഓരോരുത്തരുടെ പേര് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. ഒരുത്തൻ്റെ പേര് ശലോമോൻ എന്നാ. അവനെപ്പോലെ ജ്ഞാനിയായ ഒരുവൻ ലോകത്തിലില്ല. പ്രൈസലോ. ഈ മുടന്തൻ ഇരിക്കുന്നത് ഒരു മഹാജ്ഞാനിയോട് കൂടെ.
പ്രൈസലോ. വേറൊരുവൻ ഹമേൻ അബ്ശാലോമ, അവൻ നടക്കുമ്പോൾ മുടിയെല്ലാം ഇങ്ങനെ പാറിപ്പറക്കുമായിരുന്നു. പ്രൈസലോ, പ്രൈസലോ. ആരോഗ്യമുള്ള വേറൊരുവൻ. ദാവീദിന്റെ മക്കളെല്ലാം ആരോഗ്യവാന്മാരാണ്, എല്ലാവരും ബലവാന്മാരാണ്, എല്ലാവർക്കും ഓരോരോ പുകഴ്ച പറയാനുണ്ട്. മെഫീബോശത്തെ, അവളുടെ കൂടെ ഇരിക്കുന്ന നിനക്ക് എന്തോ പുകഴ്ച പറയാനുള്ളത്? അവൻ പറയും, ഇല്ല ഇല്ല, ഒരു പുകഴ്ചയും എനിക്ക് പറയാനില്ല. കൃപയാൽ എനിക്ക് ഈ രാജകീയ മേശയിൽ ഭക്ഷിപ്പാൻ ഒരു അവസരം നൽകി. ഇന്ന് പകലിൽ സഹോദരങ്ങളെ, ഈ തിരുവത്താഴത്തിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കണം, ഇവിടം കൊണ്ട് തീരുന്നതല്ല. ഒരിക്കൽ കർത്താവിൻ്റെ രാജ്യത്തിൽ യേശു ക്രിസ്തുവിൻ്റെ കൂടെ ആമേ കിഴക്കിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിൽ നിന്നും, ഹലോ മനസ്സിലായോ, ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ച വിശുദ്ധന്മാരെല്ലാം കൂടി കടന്നു വന്ന് ഒന്നിച്ചൊരു പന്തിഭോജനത്തിലിരിക്കുമ്പോ ഏഷ്യൻ വംശജനായ ഞാനും ഉണ്ടായിരിക്കും. പ്രൈസല്ലോ. ഹലോ, ക്ഷീണിതരായ നമ്മളുണ്ടായിരിക്കും. ആമേൻ. ബലഹീനരായ നമ്മളുണ്ടായിരിക്കും. പാവപ്പെട്ടവരായ നമ്മളുണ്ടായിരിക്കും. വിദ്യാഭ്യാസമില്ലാത്ത നമ്മളുണ്ടായിരിക്കും. ഇന്ന് രാവിലെ സമയം കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറ, അന്നത്തെ പന്തിഭോജനത്തിൽ ഞാനും ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. ഇത് നമുക്ക് പ്രത്യാശ വർദ്ധിപ്പിക്കുകയാണ്. ഒരു ദിവസം നാം യേശു ക്രിസ്തുവിൻ്റെ കൂടെ പന്തിയിലിരിക്കും. സ്തോത്രം. ഇതൊരു പ്രൊക്ലമേഷനാണ്, ഇതൊരു ഡിക്ലറേഷനാണ്. എന്താ? എൻ്റെ പാപത്തിനു വേണ്ടി പരിഹാരമായ യാതൊരു മാർഗവുമില്ലാതിരുന്നപ്പോൾ എന്നെ പുണ്യവാനാക്കാൻ, എന്നെ വിശുദ്ധനാക്കാൻ, തൻ്റെ കൂടെ രാജ്യത്തിലിരുത്താൻ എനിക്ക് വേണ്ടി എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി എൻ്റെ യേശു ജീവൻ നൽകി. പ്രൈസ് ദ ലോർഡ്. Hallelujah. It is a remembrance what he has done on the cross. യേശു കുരിശിൽ എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നതിൻ്റെ ഓർമ്മയാണിത്. സഹോദരങ്ങളെ, ഈ അപ്പം തിന്നുമ്പോൾ, ഈ പാനപാത്രം കുടിക്കുമ്പോൾ നാം ഒരു കാര്യം ഓർക്കുന്നു. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വികൃതരൂപിയായി എനിക്ക് വേണ്ടി ദാരുണമായ മരണം വരിച്ച, ബലിയായി മരിച്ച യേശുവിനെ ഞാൻ ധ്യാനിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. തിരുവത്താഴത്തിൻ്റെ 3 പ്രധാന ചിന്തകൾ ഞാൻ നിങ്ങളുമായി ഇന്ന് പകലിൽ പങ്കുവച്ചു. 1, സ്തോത്രം, പഴനിയമത്തിൽ പെസഹയുടെ അന്ന് പുളിപ്പില്ലാത്തൊരനുഭവത്തിൽ വേദമായിരുന്നു അവർക്ക് അത് ഭക്ഷിക്കുവാൻ. പുളിപ്പ് ജീവിതത്തിലെ അശുദ്ധിയാണ് കാണിക്കുന്നത്. പരീശന്മാരുടെ പുളിച്ചമാവ്, സദൂക്യരുടെ പുളിച്ചമാവ്, ഹെരോദ്യരുടെ പുളിച്ചമാവ്, അതൊക്കെയും ദുരുപദേശങ്ങളെയും തെറ്റായ ജീവിത ശൈലികളെയുമാണ് കാണിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ നിയമവിശ്വാസികളായ നാം പുളിപ്പ് എന്ന അശുദ്ധിയെ വെടിഞ്ഞിട്ട് ഇതിൽ ഭക്ഷിച്ചാൽ അശൂർ രാജാക്കന്മാരുടെ ഹൃദയത്തെ ദൈവം ജനത്തിന് അനുകൂലമാക്കി മാറ്റി, അല്ലേ? ദൈവം അവരെ സന്തോഷിപ്പിച്ചതുകൊണ്ട് അവർ സന്തോഷിച്ചു. ഇന്ന് പകലിൽ വിശുദ്ധിയോടെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വലിയ സന്തോഷം ദൈവം തരും. ഹിസ്കിയാവിൻ്റെ കാലത്ത് ദൈവം ജനത്തെ സൗഖ്യമാക്കിയതുപോലെ ദൈവം നിങ്ങളെ സുഖപ്പെടുത്തുക തന്നെ ചെയ്യും. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത്, ദൈവത്തിൻ്റെ സഹോദരൻ, ഇത് ഒരു കൂട്ടായ്മയുടെ ബലത്തെ വർദ്ധിപ്പിക്കുകയാണ്, അല്ലേ? പലരായ നമ്മെ ഒന്നാക്കി മാറ്റുകയാണ്. കുഴിയിൽ കളഞ്ഞവന് അപ്പവും വീഞ്ഞും ജീവൻ നൽകിയതുപോലെ, സ്തോത്രം, ജയിച്ചു വന്നവന് ആമേ മൽക്കിസേദെക്ക് അപ്പവും വീഞ്ഞും നൽകിയതുപോലെ ഇന്ന് പകലിൽ സഹോദരങ്ങളെ, പാപത്തെ ജയിച്ചാൽ, ജഡത്തെ ജയിച്ചാൽ, ശാപത്തെ ജയിച്ചാൽ നമുക്കും ഇതിൽ പങ്കാളികളാകാം. ആത്മാവിൽ നമുക്ക് ധന്യരായി മാറാം. മൂന്നാമത് നമ്മൾ ചിന്തിച്ചത്, ദൈവത്തിൻ്റെ സ്തോത്രം, യേശുവിൻ്റെ കുരിശിനെ ധ്യാനിക്കുവാൻ. നമുക്ക് വേണ്ടി വേറെ ആരും പാപത്തിന് പരിഹാരം വരുത്താനില്ലാതിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുവിൻ്റെ കുരിശിനെ ധ്യാനിക്കാൻ നൽകിയ ഏറ്റവും നല്ല അവസരമാണ് തിരുവത്താഴ ശുശ്രൂഷ. കർത്താവേ, ഇപ്പോൾ ഉള്ള കർത്താവേ, ഞങ്ങളുടെ മേശ ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന കർത്താവേ, കർത്താവേ, ദൈവമേ, സ്തോത്രം, ദാസിൽ നിന്ന് കർത്താവേ, ഇതിന് വചനങ്ങൾ ഞങ്ങൾ കേട്ടു കർത്താവേ, ഞങ്ങളെ തന്നെ ശുദ്ധീകരിപ്പാനും കർത്താവ് ദൈവമേ, ഞങ്ങളെ തന്നെ കർത്താവ് തിരുമുമ്പാകെ താഴ്ത്തുവാനും കർത്താവ് ദൈവമേ, സ്തോത്രം, കർത്താവ് ദൈവമേ, സ്തോത്രം, അങ്ങയുടെ കർത്താവ് ദൈവമേ, വിശുദ്ധി, അങ്ങ് നൽകുന്ന വിശുദ്ധി കർത്താവ് ദൈവമേ, അത് പ്രാപിച്ചുകൊണ്ട് കർത്താവ് ദൈവമേ, കർത്താവെ, ഇതിൽ നിന്ന് പങ്കെടുക്കുവാനും കർത്താവ് ദൈവമേ, അനുഗ്രഹം പ്രയപ്പാനും അപ്പോൾ സ്തോത്രം കർത്താവ് ഇടയാക്കുമാറാണ്. കർത്താവെ, സന്നിധിയിൽ താണിരിക്കുന്ന കർത്താവ് ദൈവമേ, സ്തോത്രം, ക്രൂശിലെ കർത്താവ് ഇങ്ങനെ മരത്തെ കർത്താവെ ഓർത്തുകൊണ്ട് കർത്താവ് ദൈവമേ, സ്തോത്രം, ധ്യാനിച്ചുകൊണ്ട് കർത്താവ് ദൈവമേ, ഇതിൽ നിന്ന് കർത്താവ് ദൈവമേ പങ്കെടുക്കുവാൻ കർത്താവ് നിങ്ങളുടെ സൗഖ്യത്തിന് കർത്താവെ ഇടയാക്കി തീർക്കുമാറാണ് കർത്താവ് ദൈവമേ, സ്തോത്രം. ഞങ്ങളുടെ കരുണയിൽ ആശ്രയിക്കുന്നു, എൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു കർത്താവ് ദൈവമേ, സ്തോത്രം. എൻ്റെ സന്നിധിയിൽ താണിരിക്കുന്നു
എല്ലാം യേശു ക്രിസ്തു നാമത്തിൽ കേൾക്കണമേ സ്വർഗ്ഗീയ പിതാവേ, ആമേൻ. ഞങ്ങളുടെ കർത്താവിന്റെ തിരുശരീരം ഞങ്ങൾക്കായി നുറുകപ്പെട്ടതിനെ അനുസ്മരിപ്പിക്കുന്ന ഈ പരിപാവനമായ ശുശ്രൂഷ ഭൂമിയിൽ വെച്ച് ഒരു ദിവസം കൂടെ ആമേനെ സ്വീകരിപ്പാൻ്റെയും ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയല്ലോ. രണ്ടു കാലം മുടന്തനായി പോയ മെഫീബോശേത്തിന് രാജകുമാരന്മാരോടുകൂടെ പന്തിയിലിരിക്കാൻ ഭാഗ്യം ലഭിച്ചതുപോലെ ഞങ്ങൾക്കും ഒരിക്കൽ കർത്താവിൻ്റെ കൂടെ പന്തിയിലിരിക്കാൻ, ഇതിൽ ഭക്ഷിപ്പാൻ ദൈവം ഭാഗ്യം നൽകും. ആ സ്വർഗീയ പ്രത്യാശ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ നന്ദിയോട് സ്തോത്രം. ഈ ശുശ്രൂഷയ്ക്കായി നിങ്ങളെ ദൈവം പ്രാപ്തരാക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവനപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടി നുറുങ്ങപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, വാങ്ങി ഭക്ഷിപ്പിനെന്ന് കർത്താവ് അരുളി ചെയ്തു. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുവാൻ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല സന്ദർഭത്തിനായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി യേശുവിൻ്റെ പരിശുദ്ധ രക്തം ചിന്തിയതിൻ്റെ അനുസ്മരണയായി ഭൂമിയിൽ വെച്ച് ഇങ്ങനൊരു ശുശ്രൂഷ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുക. സ്തോത്രം. ഒരു കണ്ണിനും ദയിലായിരുന്ന സന്ദർഭത്തിൽ കർത്താവേ, ആ കുഴിയിൽ കിടന്ന അമാലേക്കിന്റെ ഭൃത്യനെ പോലെ മരണത്തിന് വിധിക്കപ്പെട്ടിരുന്ന അവസ്ഥയിൽ ഞങ്ങളെ ഉദ്ധരിച്ച ദൈവസ്നേഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരന്മാരെയും ദൈവം ഇതുമൂലം അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സുഖമുള്ളവരായി മാറട്ടെ, സന്തോഷവും പ്രത്യാശയും ഉള്ളവരായി തീരേണ്ടതിനായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷിപ്പാനുള്ള കൃപ വരണം യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. അതുകൊണ്ട് തന്നെ അവനെ താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, വാങ്ങിക്കുടിപ്പിന്നെന്ന് കർത്താവ് അരുളി ചെയ്തു. മനുഷ്യൻ തന്നെ താൻ ശോധന ചെയ്തിട്ട് വേണം ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുവാൻ. ദേവേശാ യേശുപരാ ജീവനെ നീക്കായി വെടിഞ്ഞോ, ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ, ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചോ. ഗതശമനാ ഭുവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ, ഗതശമനാ ഭുവനത്തിൽ അധിക ഭാരം വഹിച്ചതിനാ, അതിവ്യഥയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പതിൻ അനുസരിച്ചു, അതിവ്യഥയിൽ ആയിട്ടും താതനിഷ്ടം നടപ്പതിനനുസരിച്ചു. നിൻ മഹത്വം തേടി നീ എൻ കാലം കഴിപ്പാൻ കൃപ നൽകണമേ. നിൻ മഹത്വം തേടി നീ എൻ കാലം കഴിപ്പാൻ കൃപ നൽകണമേ. മേശമേൽ പിന്നെ അപ്പവീഞ്ഞുകളുണ്ട്. പങ്കെടുക്കേണ്ടുന്നവരെ സഭയിൽ ദേശത്വം ദൈവം ഒരുക്കിയെടുക്കേണ്ടതിനായി നമുക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. എല്ലാവരും കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ ഒരു നിമിഷം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി സമയത്ത് എടുക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് പകലിൽ ഞങ്ങൾക്ക് കർത്താവേ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ ദൈവം ഭാഗ്യം നൽകി. ആ മാലേക്കിൻ്റെ ഭൃത്യൻ കുഴിയിൽ കിടന്നവനായിരുന്നു, മരണം മാത്രം പ്രതീക്ഷിച്ച് കിടന്നവനായിരുന്നു. എങ്കിലും ദാവീദ് അവനെ ഉയർത്തിയെടുത്തു. അവൻ അപ്പവും വീഞ്ഞും നൽകിയപ്പോൾ അവന് ഉയിര് നൽകിയതുപോലെ ഇന്ന് പകലിൽ കർത്താവെ, ഞങ്ങളുടെ കുഴികളിൽ നിന്ന് കരയേറ്റുന്ന, ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന, ഞങ്ങളുടെ വിശുദ്ധിയെ വർദ്ധിപ്പിക്കുന്ന, ഞങ്ങളുടെ കൂട്ടായ്മ ബന്ധത്തെ വർദ്ധിപ്പിക്കുന്ന ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ പങ്കാളികളാകാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകിയതിനായി സ്തോത്രം.
കർത്താവെ, തിരുത്താരത്തിൽ പങ്കാളികളായ എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിയാതെ പോയവർക്ക് അതിനുള്ള ക്രമീകരണത്തോടെ അടുത്ത ദിവസങ്ങളിൽ ഇതിൽ പങ്കാളികളാകാൻ ദൈവം ഭാഗ്യം നൽകണമേ. ജനത്തെ രക്ഷയിലേക്ക്, സ്നാനത്തിലേക്ക് നയിക്കണമേ. ദേശത്തെ വേലതയും സമാധാനിക്കണമേ. ആത്മാക്കളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ വീഞ്ഞുകളിൽ പങ്കാളികളാകേണ്ടുന്നവരെ, നിത്യജീവനായി ദൈവം കണ്ടിരിക്കുന്നവരെ ആലയത്തോട് ചേർത്ത് വരുത്തേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും. വിളിക്കേണ്ട നമ്പർ 7736112475 8086991167.